അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ശരിയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നല്ല കർമ്മങ്ങൾ ചെയ്താലും അത് ശരിയാവുകയില്ല. നോമ്പിൻ്റെയും രാത്രി നമസ്കാരത്തെയും പരാമർശിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടിയും ഇഹ്തിസാബോടും കൂടി നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈമാൻ എന്നാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, മരണമുണ്ട് എന്നും മരണശേഷം നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി വിചാരണ ചെയ്ത് അതിൻ്റെ ഹിസാബ് നോക്കി നന്മതിന്മകൾ വേർതിരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കുമെന്നുമുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനുള്ള പ്രചോദനമാണ് ഈമാൻ. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നും ലഭിക്കണമെന്നും ലഭിക്കണേ എന്നുമുള്ള പ്രാർത്ഥനയാണ് ഇഹ്തിസാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും പരിപൂർണമായി മനസ്സിലാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരാധനകൾ അർത്ഥവത്താവുന്നത്. അങ്ങനെ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് കർമ്മങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം തേടി സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.